ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർകുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ 20 ചൊവ്വാഗ്രഹം ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു. ആഗസ്റ്റ് 2 വരെ ആ ചൊവ്വാഗ്രഹം ഇടവൻ രാശിയിൽ ഉണ്ടാകും. അപ്പോൾ ചൊവ്വാഗ്രഹം ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ചൊവ്വ എന്ന് പറയുമ്പോൾ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ഒരു ദൃഢനിശ്ചയത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്. പോരാട്ട വീര്യത്തിൻ്റെ ഗ്രഹമാണ്. നമ്മുടെ ഫിസിക്കൽ എനർജിയുടെ ഗ്രഹമാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ കാരകത്വം ഉള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത്. വികാരാവേശത്തിൻ്റെ ഗ്രഹമാണ്. അഗ്രസീവ് എനർജിയുടെ ഗ്രഹവുമാണ് ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇടവൻ രാശിയിലാണ് ആ ചൊവ്വാഗ്രഹം വരുന്നത്. ഇടവൻ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ 2ാം ഭാവരാശിയാണ്. ധനസ്ഥാനമാണ്, കുടുംബസ്ഥാനമാണ്. അത് ഒരു സ്ഥിരരാശിയാണ്, ഭൂമി തത്വരാശിയുമാണ്. അപ്പോൾ കാലപുരുഷൻ്റെ വാക്സ്ഥാനവുമാണ് ഇടവൻ രാശി എന്ന് പറയുന്നത്. അപ്പം ചൊവ്വ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പൊതുവെ നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും അതുപോലെ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഉപജീവന മാർഗങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പദ്ധതികൾക്ക് നമ്മൾ ഈ സമയത്ത് രൂപം നൽകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമമായിരിക്കും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അത് ഭൂമി കാരകത്വമുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ എന്നുള്ളത് കൊണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ഭൂമി വാങ്ങുന്നതിന് അത് മുഖാന്തരമുള്ള ഇടപാടുകൾ വഴിയൊക്കെ നമുക്കെന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ധനവിഷയത്തിൽ, പ്രോപ്പർട്ടി സംബന്ധമായ വിഷയത്തിൽ ചിലപ്പോൾ ഈ വാക്സ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട്, കാലപുരുഷൻ്റെ വാക്സ്ഥാനമാണ് 2 എന്നുള്ളത് കൊണ്ട് ധനപരമായ കാര്യങ്ങളിലോ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ ഇടവൻ രാശിയിൽ എന്ന് പറയുമ്പോൾ 3 നക്ഷത്രങ്ങളിലൂടെയാണ് ആ ചൊവ്വ സഞ്ചരിക്കുന്നത്. ആദ്യം കാർത്തിക നക്ഷത്രം, ഇപ്പോൾ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം ഇടവൻ രാശിയാണ്. അപ്പോൾ കാർത്തിക നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജൂലൈ 4 വരെ. ജൂലൈ 4 മുതൽ ചൊവ്വ സഞ്ചരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിലാണ്. അത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. അത് കഴിഞ്ഞാൽ ജൂലൈ 23 കഴിയുമ്പോൾ ആ ചൊവ്വ മകയിരം നക്ഷത്രത്തിൽ, ചൊവ്വയുടെ തന്നെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ചൊവ്വ ഈ 3 നക്ഷത്രങ്ങളിലൂടെ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത്? അപ്പോൾ ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ചൊവ്വയുടെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റം ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. ആദ്യമായിട്ട് ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും, അതായത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ പെടുന്നവർക്ക്. ഇപ്പം ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ചൊവ്വ 5ാം ഭാവാധിപനാണ്. അതുപോലെ 12ാം ഭാവാധിപനുമാണ് ചൊവ്വ. അപ്പോൾ 5ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അവരുടെ 6ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂൺ 20. ആ 6ാം ഭാവരാശിയിൽ ചൊവ്വ ആഗസ്റ്റ് 2 വരെ സ്ഥിതി ഉണ്ടാകും. അപ്പോൾ ജന്മരാശ്യാധിപനായ ഗുരു ആണെങ്കിൽ ഇപ്പോൾ അഷ്ടമത്തിൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ 6ാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക്, സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, നിയമമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അങ്ങനെയൊക്കെയുള്ള സോഷ്യൽ വർക്കേഴ്സ്, സേവനാധിഷ്ഠിതമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്ക് അവരുടെ മേഖലയിൽ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ തൊഴിലിടത്തൊക്കെ ചിലപ്പോൾ ചെറിയ തർക്കങ്ങളൊക്കെ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ളതിൽ ഒരു ശ്രദ്ധ വേണം. ഇപ്പോൾ ചൊവ്വ 5ാം ഭാവാധിപനാണ്. ഇപ്പോൾ 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6ൽ വരിക എന്ന് പറയുമ്പോൾ
ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലോ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലോ ഒക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. അവർക്ക് വിജയം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ തൊഴിലിടത്തൊക്കെ കൂടുതൽ ഉത്തരവാദിത്വമൊക്കെ ഈ സമയത്ത് അവരുടെ ഭാഗത്ത് വന്നു ചേരാം. അത് ചിലപ്പോൾ തൊഴിലിൽ അല്പം വർക്ക് പ്രഷറൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം 6ൽ വരുമ്പോൾ പ്രത്യേകിച്ച് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും ചിലപ്പോൾ ഇവർക്കുണ്ടായെന്ന് വരാം. അതേസമയം 6ാം ഭാവരാശിയിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പോൾ തൊഴിലിടത്തായാലും മറ്റേത് മേഖലയിലായാലും എന്തെങ്കിലും പ്രതിബന്ധങ്ങളോ ശത്രുതയോ ശത്രുക്കളോ ഉണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്യുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വ്യവഹാരങ്ങളിലൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം കൂടെയാണ്. അതുപോലെ 5ാം ഭാവാധിപനാണ് ചൊവ്വ എന്നുള്ളതുകൊണ്ട് 6ലേക്ക് വരുമ്പോൾ സന്താനങ്ങൾക്ക് അവരുടെ പരീക്ഷകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതേസമയം സന്താനങ്ങളുമായിട്ട് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ സന്താനങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ ഈ 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6ൽ വരിക വഴി ഉണ്ടാകാം. അപ്പം അവിടെയൊക്കെ നമ്മൾ അവിടെയൊക്കെ ഒരു കെയർ കൊടുത്ത് പോവുക. അതുപോലെ കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് നടപ്പിലാക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു പോരാട്ടം ഈ സമയത്ത് ഉണ്ടാകും. അതൊക്കെ ഗുണമാണ്. പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. വിജയത്തിനൊക്കെ സാധ്യതയുണ്ട്. ചൊവ്വ 12ാം ഭാവാധിപനും കൂടിയാണ്. ഈ 12ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6ൽ വരിക എന്ന് പറയുമ്പോൾ അതൊരു വിപരീത രാജയോഗവും കൂടെയാണ്. അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പം വരാം. ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ സഡനായിട്ടുള്ള റിക്കവറിയും ഉണ്ടാകും. അതേസമയം നമുക്ക് ഇപ്പോൾ മെഡിക്കൽ തലത്തിൽ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അല്പം പൈസ ചിലവ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടെ, ചിലവ് കൂടാനും സാധ്യതയുണ്ട്. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ചിലർക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിനും ആതുര സേവന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാകുന്നതിനുമൊക്കെ ചിലപ്പോൾ ഈ 12ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6ൽ വരിക വഴി സാധ്യത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചൊവ്വ 6ൽ നിന്നിട്ട് അവരുടെ ഭാഗ്യസ്ഥാനത്താണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഈ സമയത്ത് ഉണ്ടാകാം. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുകയും അതുമായി ശ്രദ്ധ കൊടുക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും മുതിർന്നവരുമായിട്ടോ അല്ലെങ്കിൽ സീനിയർ അധ്യാപകരുമായിട്ടോ അതുപോലെ മെൻറ്റേഴ്സുമായിട്ടോ പിതാവുമായിട്ടോ അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം. അവരോട് വിധേയത്വം വിനയം ഒക്കെ ഈ സമയത്തുണ്ടാകണം. അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ പ്രകോപനപരമായിട്ടുള്ള എനർജി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേസമയം ഈ നമുക്ക് ഈ ഉപാസനാദി കാര്യങ്ങളിലൊക്കെ താല്പര്യമൊക്കെ ഉണ്ടാകാം. എങ്കിൽ തന്നെ അഗ്രസീവ് എനർജി ഉണ്ടാകാൻ സാധ്യത ഉള്ള സമയമായതുകൊണ്ട് കഴിവതും നമ്മൾ മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ വിനയം ഈ സമയത്ത് കൂടുതൽ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് ഈ 12ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ ചൊവ്വ 12ാം ഭാവാധിപനുമാണ്, 12ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 12ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുമുള്ള സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ധനപരമായിട്ടുള്ള ചെലവിലൊക്കെ വ്യയത്തിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ ധനം എന്തെങ്കിലും ചതിയിലോ വഞ്ചനയിലോ പെട്ട് നമ്മുടെ ധനം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പൊതുവെ ചെലവ് കൂടാവുന്ന സമയമാണ്. അവിടെയൊക്കെ അതുകൊണ്ട് അനാവശ്യ ചിലവൊക്കെ കുറച്ച് പോകാനുള്ള ഒരു ശ്രമം വേണം. ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഈ സമയത്തുണ്ടാകാം. കാരണം 6ൽ നിൽക്കുന്ന ചൊവ്വ 12ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 12ാം ഭാവാധിപനുമാണ്. 12ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ദൂരെയൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏത് കാര്യവും പോരാടി നേടിയെടുക്കുന്നതിനുള്ള
ഒരു ധൈര്യം, ഊർജ്ജസ്വലത ഒക്കെ ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകും. പൊതുവേ അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരാവുന്ന സമയമാണ്. ശത്രുക്കളെയൊക്കെ ശല്യം നമുക്ക് ആ ശത്രുക്കളെയൊക്കെ അതൊക്കെ ഓവർകം ചെയ്യാൻ കഴിയുന്ന സമയവും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മുതിർന്നവരോട്, കൂടെ വർക്ക് ചെയ്യുന്നവരോട്, സീനിയർ അധ്യാപകരോട്, പിതാവിനോട്, അതുപോലെ തന്നെ ഗുരുക്കന്മാരായ ആളുകളോടൊക്കെ നമുക്ക് അത് മാറ്റി നമ്മൾ പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള അഗ്രസീവ് എനർജി കുറയ്ക്കാൻ അത് സഹായകമാണ്. പ്രത്യേകിച്ച് 6-ാം ഭാവരാശിയിൽ കാർത്തിക നക്ഷത്രത്തിലാണ് ആദ്യത്തെ പ്രത്യേകിച്ച് ജൂലൈ 4 വരെ ചൊവ്വ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് ഭാഗ്യഭാവാധിപൻ്റെ, അതായത് സൂര്യൻ്റെ നക്ഷത്രമാണ്. സൂര്യൻ ഭാവാധിപനാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഏത് തടസ്സങ്ങളും ഓവർകം ചെയ്യാൻ സഹായകമാകും. അപ്പം അതുപോലെ നമ്മൾ ഉപാസനാദി കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുവഴി നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. മറ്റ് ശത്രുക്കളേക്ക് ശല്യം കുറയാനൊക്കെ ആ സൂര്യൻ്റെ നക്ഷത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് വഴിതെളിക്കും. പക്ഷേ അഗ്രസീവ് എനർജി ഉണ്ടാകാം. അവിടെയൊക്കെ നമുക്ക് ഉപാസനാദി കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോവുക. അതേസമയം ജൂലൈ 4 മുതൽ ജൂലൈ 23 വരെയുള്ള ദിവസങ്ങളിൽ ആ ചൊവ്വ സഞ്ചരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിലാണ്. രോഹിണി എന്ന് പറയുന്നത് അതായത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. അഷ്ടമ ഭാവാധിപനാണ് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ. അപ്പോൾ അത് നമ്മൾ ഈ നിഗൂഢ ശാസ്ത്രങ്ങളിലൊക്കെ താല്പര്യമുള്ളവർക്ക് അനുകൂല സമയമാണ്. ഇപ്പോൾ നമ്മൾ ഒരു വിഷയത്തിലൊക്കെ ആഴത്തിലുള്ള ഒരു അറിവ് സംഭരിക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. ഗവേഷണത്തിലൊക്കെ ഒരു ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത് ഗുണാനുഭവം ഉണ്ടാകും. നമ്മുടെ ഈ അഗ്രസീവ് എനർജി കുറയ്ക്കുന്നതിനും ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുന്നത് സഹായകമാകും. ഈ ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 2 വരെ ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് മകൈര നക്ഷത്രത്തിലാണ്. അത് മകൈരം എന്ന് പറയുന്നത് ചൊവ്വയുടെ തന്നെ നക്ഷത്രമാണ്. അപ്പോൾ നമുക്ക് 6-ാം ഭാവത്തിലെ നക്ഷത്രമാണ്. അപ്പോൾ അതിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലും കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ സഡനായിട്ട് അത് കുറയ്ക്കാൻ കഴിയും. അതുപോലെ കോമ്പറ്റീഷൻ തലത്തിലൊക്കെ നമുക്ക് വിജയം നേടാൻ സഹായകമാണ്. ശത്രുക്കളെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. നമുക്ക് തൊഴിൽ അന്വേഷണമൊക്കെ ഊർജ്ജസ്വലമാകുന്ന സമയം എന്ന് പറയാം. അതേസമയം നമുക്ക് ഈ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ചൊവ്വ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് അവരെ എങ്ങനെ സ്വാധീനിക്കും നോക്കാം. മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ എന്ന് പറയുന്നത് 4-ാം ഭാവാധിപനാണ്, അതുപോലെ 11-ാം ഭാവാധിപനുമാണ്. ആ ചൊവ്വ ജൂൺ 20 അവരുടെ 5-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 2 വരെ ചൊവ്വ 5-ലുണ്ടാകും. അപ്പം 5 പറയുമ്പോൾ നമ്മളെ പഠിതാക്കൾക്ക്, അതുപോലെ ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ്. അവരുടെ ടാലൻറ്റ് മെച്ചപ്പെടുന്ന സമയമാണ്. നല്ല ഓർമ്മശക്തിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അവരുടെ ഉള്ളിലുള്ള ആശയങ്ങൾ നല്ല രീതിയിലൊക്കെ എക്സ്പ്രസ് ചെയ്യാനൊക്കെ കഴിയുന്ന സമയം കൂടെയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ചൊവ്വ 4-ാം ഭാവാധിപനാണ്. അപ്പം 4-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 5-ലേക്ക് വരുമ്പോൾ, 4 പറയുമ്പോൾ നമ്മുടെ ഫാമിലി, പ്രോപ്പർട്ടി, അങ്ങനെയുള്ള വീട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം 4-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 5-ൽ വരുമ്പോൾ 4-ൻ്റെ 2ആണ് 5 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടി തലത്തിൽ ചില നേട്ടങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ പ്രോപ്പർട്ടി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, പ്രോപ്പർട്ടി ക്രയവിക്രയം ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ അനുകൂല സമയമായിട്ട് പറയാം. അതേസമയം നമുക്ക് ഈ 4-ാം ഭാവാധിപൻ എന്നുള്ള രീതിക്ക് അല്പം അഗ്രസീവ് എനർജിയൊക്കെ കൂടാം. നമുക്കല്പം പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രണയബന്ധമൊക്കെ ആക്റ്റീവ് ആകും എങ്കിലും അവരോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് 5-ാ ചൊവ്വയുടെ സ്ഥിതി വരുമ്പോൾ. സ്പോർട്സിലൊക്കെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയും. അതുപോലെ നമുക്ക് എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ്. വീട് പുതുക്കുന്നതിനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ചൊവ്വ ഗുണം ചെയ്യും.
അപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്കൊക്കെ അഡ്മിഷൻ സാധ്യമാകും, പഠനത്തിൽ മികവ് സാധ്യമാകും, സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകും, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകും, സന്താനങ്ങൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. പക്ഷേ അവരോടൊക്കെ നമ്മൾ ഉള്ള സമീപനത്തിൽ ഒരു കെയർ വേണം. ചൊവ്വ 11-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 11-ാം ഭാവാധിപൻ 5ലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ നമ്മുടെ സാമൂഹ്യ ബന്ധം, ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ വഴി അങ്ങനെ സൗഹൃദങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരു പ്രണയബന്ധമൊക്കെ ചിലർക്ക് ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനൊക്കെ ചിലപ്പോൾ പ്രണയ പങ്കാളിയുടെ സഹായം ഉണ്ടാകാം, സുഹൃത്തുക്കളുടെ സഹായം ഉണ്ടാകാം. സാമൂഹ്യ ബന്ധങ്ങളൊക്കെ അതിന് നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കി തരും. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൊക്കെ നേതൃതലത്തിലേക്കൊക്കെ വരുന്നതിനുമൊക്കെ സാധ്യതയുണ്ട്. ചിലർക്ക് ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴിയൊക്കെ ചില നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് 11-ാം ഭാവാധിപനാണ് ചൊവ്വ. 5ൽ വരിക വഴി 11-ൽ ആ ചൊവ്വയുടെ ദൃഷ്ടിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ചൊവ്വ അവിടെ നമ്മൾ അഷ്ടമത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ചൊവ്വ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുമ്പോൾ അത് ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും, ശാസ്ത്രജ്ഞർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ നമ്മൾ ഈ നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അന്വേഷണ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവം ഉണ്ടാകും. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ ആഡിറ്റേഴ്സ്, അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം 8ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നമ്മൾ യാത്രകളിലൊക്കെ ഒരു കെയർ വേണം, ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് 4-ാം ഭാവാധിപനും കൂടിയാണ് ചൊവ്വ, അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഡ്രൈവിങ്ങിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അതേസമയം നമ്മൾ ഈ ചിലപ്പോൾ അഷ്ടമരാശി എന്നൊക്കെ പറയുമ്പോൾ ജീവിത പങ്കാളിയുടെയൊക്കെ ബന്ധുക്കൾ, പ്രത്യേകിച്ച് പേരൻസ്, അവരുമായിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചൊവ്വ 11-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 11-ാം ഭാവാധിപനും കൂടിയാണ് ചൊവ്വ. 11-ാം ഭാവാധിപൻ 11 ദൃഷ്ടി ചെയ്യുന്നു. 11-ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുമുള്ള സമയമാണ്. അപ്പോൾ നമുക്കത് സാമ്പത്തികമായിട്ട് ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പല സോഴ്സുകളിൽ നിന്ന് ധനാഗമനത്തിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂല സമയമാണ്. വീട് പുതുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന നേട്ടം ഉണ്ടാകും. സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ചില നേട്ടങ്ങൾ, ഇപ്പോൾ സുഹൃത്തുക്കൾ, സാമൂഹ്യ ബന്ധങ്ങൾ, ഇവർ വഴിയൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കുക. അതുപോലെ ചൊവ്വ 12-ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ചൊവ്വ 12-ലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യബന്ധങ്ങൾ, സീക്രട്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ അവരെ പ്രതീക്ഷിക്കാത്ത ചിലവ് ഈ സമയത്ത് വന്നുവിടാൻ സാധ്യതയുണ്ട്. 12-ലൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ. അതുപോലെ വിദേശത്ത് പഠനം, ബിസിനസ് ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾക്ക് സാധ്യതയുണ്ട്. ചിലപ്പോൾ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയുള്ള യാത്രകൾ, തീർത്ഥാടനം, അങ്ങനെയൊക്കെയുള്ള തീർത്ഥാടന കേന്ദ്രത്തിലൊക്കെ സന്ദർശിക്കുന്നതിനൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്പോൾ നമുക്കറിയാം, ഈ 5-ാം ഭാവരാശിയിൽ 3 നക്ഷത്രങ്ങളിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. ആദ്യം കാർത്തിക നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു ജൂലൈ 4 വരെ. ജൂലൈ 4 മുതൽ ജൂലൈ 23 വരെ രോഹിണി നക്ഷത്രത്തിലും, അതിനുശേഷം ആഗസ്റ്റ് 2 വരെ മകര നക്ഷത്രത്തിലുമാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അപ്പോൾ നക്ഷത്രങ്ങളാൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ പൊതുവേ ഈ കാർത്തിക നക്ഷത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അത് സൂര്യൻ നക്ഷത്രമാണ്, അഷ്ടമഭാവാധിപനാണ്. അപ്പോൾ നമ്മൾ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ നോക്കണം. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ അഷ്ടമഭാവാധിപൻ സൂര്യൻ അഗ്രസീവ് എനർജിയുടെ ഒരു ഗ്രഹവും കൂടെയാണ്. അപ്പോൾ ചൊവ്വയും അഗ്രസീവ് എനർജിയുടെ ഗ്രഹമാണ്. അപ്പോൾ അല്പം അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട്, അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അതേസമയം രോഹിണി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ജൂലൈ 23 വരെ, അതായത് ജൂലൈ 4 മുതൽ 23 വരെയുള്ള സമയം,
അത് പ്രത്യേകിച്ച് ഏഴാം ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. അത് ഏഴാം ഭാവാധിപനും കൂടിയാണ്. അത് നമുക്ക് നമ്മുടെ അഗ്രസീവ് എനർജി കുറയ്ക്കാൻ സഹായകമാണ്. നമുക്ക് ജീവിത പങ്കാളിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയ്ക്കുന്നതിനൊക്കെ സഹായകമാണ്. നമ്മുടെ റിലേഷൻഷിപ്പൊക്കെ കുറച്ച് മെച്ചപ്പെടുത്താൻ സഹായകമാണ്. ബിസിനസ്സിലൊക്കെ ഫോക്കസ് കൂടും. അപ്പോൾ അതിനൊക്കെ സ്പെക്കുലേറ്റീവ് ഗെയിനൊക്കെ കിട്ടാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതേസമയം ജൂലൈ 23 കഴിഞ്ഞുള്ള ആഗസ്റ്റ് 2 വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ തന്നെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് 5ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു നക്ഷത്രമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ക്രിയേറ്റീവ് വർക്കിലൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും. നമ്മുടെ പ്രായോഗിക ബുദ്ധിയൊക്കെ മെച്ചപ്പെടുന്നതിന് അനുകൂല സമയമാണ്. നമ്മുടെ പുതിയ ആശയങ്ങളൊക്കെ അത് നമുക്ക് ആശയങ്ങൾക്ക് ഒരു സ്വീകാര്യത ഈ സമയത്ത് ഉണ്ടാകും. അതൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ക്രിയേറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ചൊവ്വ ഇടവൻ രാശിയിൽ വരുന്നത് അവരെ എങ്ങനെ സ്വാധീനിക്കും നോക്കാം. കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരിട്ടാ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് 3ാം ഭാവാധിപനാണ്. അതുപോലെ 10ാം ഭാവാധിപനുമാണ്. അപ്പോൾ ഈ 3ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജൂൺ 20 അവരുടെ 4ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 2 വരെ ചൊവ്വ 4-ലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പം 3ാം ഭാവാധിപനും 10ാം ഭാവാധിപനുമായിട്ടുള്ള ചൊവ്വ 4 വരുമ്പോൾ കുടുംബകാര്യത്തിൽ അതുപോലെ നമ്മുടെ തൊഴിലിൽ ഒരേപോലെ മനസ്സ് ഫോക്കസ് ചെയ്യാവുന്ന സമയമാണ്. എങ്കിലും നമ്മൾ കുടുംബത്തെക്കാളും തൊഴിലിലായിരിക്കും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. കാരണം 10ാം ഭാവാധിപനായി ചൊവ്വ 10ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ തൊഴിൽപരമായിട്ട് കൂടുതൽ നമ്മൾ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് ക്വാളിറ്റീസ് കുറയ്ക്കുന്നതിനും ആ 10ാം ഭാവരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയമാണ്. അത് ഗുണം ചെയ്യും. ഇപ്പം 4 ഈ 3ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 4 വരുമ്പോൾ പ്രത്യേകിച്ച് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫാമിലി വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ കുടുംബ അംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം. 4 ചൊവ്വ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മാനസികമായിട്ട് അല്പം ടെൻഷൻ ഉണ്ടാക്കാം. മനസ്സമാധാനം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കുടുംബകാര്യങ്ങളിൽ അല്പം സംയമനം വേണ്ടുന്ന സമയമാണ്. അതേസമയം റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളിൽ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ഭൂമി ഇടപാടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ കുടുംബാവശ്യത്തിനൊക്കെ ചിലപ്പോൾ പണം സ്പെൻഡ് ചെയ്യേണ്ടുന്ന സമയമായിരിക്കാം. ചിലപ്പോൾ വീട് പുതുക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടാകാം. വീടോ വാഹനമൊക്കെ വാങ്ങാനൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ശ്രമിക്കാം. എങ്കിലും നമുക്ക് ഈ ചൊവ്വയാണ് 4 വരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു മാനസിക ടെൻഷൻ നമ്മൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ചൊവ്വ 10ാം ഭാവാധിപനാണ്. ഈ 10ാം ഭാവാധിപൻ 4 വരിക എന്ന് പറയുമ്പോൾ, കർമ്മഭാവാധിപൻ 4 വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ വർക്ക് ഫ്രം ഹോം ബേസിസിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത് നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും എന്ന് പറയാം. കാരണം 4 നിൽക്കുന്ന ചൊവ്വ 10ൽ ദൃഷ്ടി ചെയ്യുന്നു, 10ാം ഭാവാധിപൻ 4-ലിരിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ ദൂരസ്ഥലത്തൊക്കെ പോയി വർക്ക് ചെയ്യാതെ ആ വർക്കുകളൊക്കെ വീട്ടിലിരുന്ന് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അപ്പം വർക്കിലൊക്കെ ഫോക്കസ് കൂടും. അതുപോലെ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഡീലിംഗ് നടത്തുന്നവർ, റിയൽ എസ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നവർ, അതുപോലെ വെഹിക്കിൾ ഡീലേഴ്സ്, കൃഷിക്കാർ, അവർക്കൊക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ 10ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 4 നിൽക്കുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. തൊഴിലിടത്ത് നമുക്ക് കൂടുതൽ ഫോക്കസ് ഉണ്ടാകും. തൊഴിലിടത്ത് നമ്മളെ ഉത്തരവാദിത്വമൊക്കെ കൂടും. അതുപോലെ തന്നെ നമുക്ക് പബ്ലിക് ഇമേജൊക്കെ ഉയരുന്നതിനും അത് അനുകൂല സമയമാണ് എന്ന് പറയാം. പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്ത് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയമാണ്. അപ്പോൾ പ്രോപ്പർട്ടി സംബന്ധമായ ഇടപാടുകളിൽ നമുക്ക് നേട്ടങ്ങളുണ്ടാകും. കുടുംബത്തിലൊക്കെ വരുമാനം ഉണ്ടാകുന്ന സമയമാണ്. വരുമാനം ഉണ്ടാകുന്നതിനും അതിനൊന്നും ഈ 4 ചൊവ്വ തടസ്സമില്ല. പക്ഷെ കുടുംബത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വേണം നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ വിജയം ഉണ്ടാകും.
പാർട്ട്നേഴ്സ് തമ്മിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഒഴിവാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ വിവാഹ ആലോചനകളിൽ, വിവാഹ നിശ്ചയത്തിൽ ഒക്കെ ചിലപ്പോൾ ചെറിയ ഡിലേ ഒക്കെ ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തിലും ചെറിയ ടെൻഷനൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം 7 ആണ് ആ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നത്. അപ്പോൾ ചൊവ്വ 7 ദൃഷ്ടി ചെയ്യുമ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 7 പറയുന്നത് സൂര്യൻ്റെ രാശിയാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം. 7 ഇപ്പോൾ കേതു നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ കർമ്മസ്ഥാനത്ത് ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, കർമ്മസ്ഥാനത്ത് ഗുരുവും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തൊഴിലിലൊക്കെ നമുക്ക് മുന്നേറ്റം ഉണ്ടാകാൻ സഹായകമാണ്. തൊഴിൽ അന്വേഷകർക്ക് അനുകൂല സമയമാണ്. തൊഴിലൊക്കെ നമുക്ക് കൂടുതൽ ഫോക്കസ് ഉണ്ടാകും. പ്രത്യേകിച്ച് ലീഡർഷിപ്പ് തലത്തിലൊക്കെ ഉയരാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ തൊഴിൽ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കർശനമായിട്ട് പാലിച്ചു പോകുന്ന സമയം കൂടെ ആയിരിക്കാം. ചൊവ്വ 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കും. ധനാഗമനമൊക്കെ അതൊക്കെ കൂടുന്നതിനൊക്കെ സഹായകമാണ്. പ്രോപ്പർട്ടി വഴി ഒക്കെയുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. വിവിധ സോഴ്സുകളിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ 11 ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നത് ഗുണം ചെയ്യും. അതുപോലെ ഈ സുഹൃത്തുക്കൾ, സാമൂഹ്യ ബന്ധങ്ങൾ ഇവയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും അതുവഴിയൊക്കെ നമുക്ക് ചില ഗുണാനുഭവം ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ബിൽഡേഴ്സ്, അതുപോലെ കർഷകർ, അതുപോലെ വെഹിക്കിൾ ഡീലേഴ്സ്, അവർക്കൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയം കൂടെയാണ്. ഈ ചൊവ്വ 4 സഞ്ചരിക്കുമ്പോൾ സൂര്യൻ്റെ നക്ഷത്രത്തിൽ ജൂലൈ 4 വരെ സഞ്ചരിക്കുന്നു. അതായത് കാർത്തിക നക്ഷത്രത്തിൽ. അതിനുശേഷം രോഹിണി നക്ഷത്രത്തിൽ, അത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. അത് കഴിഞ്ഞ് മകയിരം, അത് ചൊവ്വയുടെ തന്നെ നക്ഷത്രമാണ്. അപ്പോൾ ഈ കാർത്തിക നക്ഷത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് സൂര്യൻ്റെ നക്ഷത്രവും കൂടെയാണ് എന്നുള്ളത് കൊണ്ട് അഗ്നികാരകത്വമുള്ള ഒരു ഗ്രഹമാണ്. ചൊവ്വയ്ക്കും അഗ്നികാരകത്വമുണ്ട്. അപ്പോൾ നമ്മൾ അത് 4 സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബത്തിൽ നമുക്ക് കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷനിലൊന്ന് ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ടെൻഷന് സാധ്യതയുണ്ട് ആ സമയത്ത്, പ്രത്യേകിച്ച് ജൂലൈ 4 വരെ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ജൂലൈ 24 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിൽ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് കുംഭക്കൂറുകാരെ സംബന്ധിച്ചുള്ള 6ാം ഭാവാധിപനും കൂടെയാണ്. അപ്പോൾ നമുക്ക് ധനപരമായിട്ട് ചിലവൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അതുപോലെ തന്നെ അത് ചിലപ്പോൾ കുടുംബ സംബന്ധമായ കാര്യങ്ങൾക്കായിരിക്കാം. ചിലപ്പോൾ വീട് പുതുക്കാനായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു വീട് വാങ്ങുന്നതിനായിരിക്കാം, വാഹനം വാങ്ങുന്നതിനായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ചിലവ് നമുക്ക് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുപോലെ 6ാം ഭാവാധിപൻ എന്നുള്ള രീതിക്ക് ചിലപ്പോൾ അല്പം മാനസികമായിട്ട് അല്പസമാധാനക്കുറവിനൊക്കെ ചിലപ്പോൾ അത് വഴിതെളിച്ചു വരാം. അത് കഴിഞ്ഞ് ചൊവ്വ സഞ്ചരിക്കുന്നത് 23 മുതൽ ജൂലൈ 20 മുതൽ ആഗസ്റ്റ് 2 വരെയുള്ള സമയം. അത് മകയിര നക്ഷത്രത്തിലാണ്. അത് ചൊവ്വയുടെ തന്നെ നക്ഷത്രമാണ്. അതൊക്കെ നമുക്ക് 4 ഉള്ള നക്ഷത്രമായതുകൊണ്ട് നമുക്ക് ഫാമിലി തലത്തിലൊക്കെ ഫോക്കസ് ഉണ്ടാകും. അത് നമുക്ക് അതേസമയം നമ്മൾ ഫാമിലി മാറ്റേഴ്സ്, കുടുംബ വിഷയങ്ങൾ, പ്രോപ്പർട്ടി വിഷയങ്ങൾ, അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. സംസാരത്തിൽ കുടുംബാംഗങ്ങളുമായിട്ട്, ബന്ധുക്കളുമായിട്ട് ശ്രദ്ധിക്കണം. കാരണം അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് കെയർ കൊടുത്ത് പോവുകയാണെങ്കിൽ ചൊവ്വയുടെ രാശിമാറ്റം വലിയ ദോഷം ചെയ്യില്ല. ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ചൊവ്വ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എങ്ങനെ സ്വാധീനിക്കും നോക്കാം. മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരാണ്. അപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് അവരുടെ 2ാം ഭാവാധിപനുമാണ്, ഭാഗ്യഭാവാധിപനാണ്. 2ഉം 9ഉം ഭാവാധിപനാണ്. അപ്പോൾ ഈ 2ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജൂൺ 20 അവരുടെ 3ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 2 വരെ ആ ചൊവ്വ 3 സ്ഥിതി ഉണ്ടാകും. അപ്പം 3 ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ ചൊവ്വ 3 വരുന്നത് പൊതുവേ നമുക്ക് ധൈര്യം, വീര്യം ഒക്കെ നമുക്ക് കൂടുന്ന സമയമായിരിക്കും. ഏത് പ്രവർത്തനത്തിലും ആക്റ്റീവ് ആകുന്ന സമയമായിരിക്കും. മുന്നിട്ടിറങ്ങാനുള്ള ഒരു ധൈര്യമൊക്കെ ഈ സമയത്തുണ്ടാകും. കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിലൊക്കെ ശോഭിക്കും.
കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. ഏത് റിസ്കി ആയിട്ടുള്ള സംരംഭങ്ങളിലുമൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് നടത്തി അതിൽ നേട്ടങ്ങൾ കൈവരിക്കാനൊക്കെ ശ്രമം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ നമ്മൾ ഈ കുടുംബാംഗങ്ങളുമായിട്ട് ഒക്കെ ചിലപ്പോൾ യാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട്. 2-ാം ഭാവാധിപൻ 3-ലൊക്കെ വരുന്നു. അതുപോലെ 2-ന്റെ 2 ഈ 3 പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ധനാർജനത്തിനുള്ള എന്ത് പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഈ സമയത്തുണ്ടാകും. അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് ഭാഗ്യഭാവാധിപനും കൂടെയാണ് ആ ചൊവ്വ എന്നുള്ളത് കൊണ്ട് 3-ലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. അവർ വഴിയൊക്കെ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ചൊവ്വ 9-ാം ഭാവാധിപനായിട്ട് 3-ൽ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രഭാഷണം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രസാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ കാര്യക്ഷമത കൂടുന്ന സമയമാണ്. അവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ദൂരയാത്രകൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്യാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ അതേസമയം പിതാവ്, അതുപോലെ ഈ സീനിയർ അധ്യാപകർ, ഗുരുക്കന്മാർ, ഇവരുമായിട്ടൊക്കെ നല്ല ഒരു ബന്ധം ഈ സമയത്തുണ്ടാകണം. പ്രത്യേകിച്ച് 9-ൽ ചൊവ്വയുടെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയമാണ്. അപ്പം അവരുമായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ അഡ്വൈസ്, അവരുടെ ഗൈഡൻസൊക്കെ നമുക്ക് ചില ഭാഗ്യനേട്ടങ്ങൾക്ക് അത് വഴിതെളിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കൊക്കെ അത് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ചൊവ്വ പ്രത്യേകിച്ച് അവരുടെ 3-ൽ നിന്നിട്ട് 6-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും. അവർക്ക് കടബാധ്യത കുറയ്ക്കാനുള്ള ശ്രമം ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് ആശ്വാസം ഉണ്ടാകും. ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയാനും ആ 6-ലേക്കുള്ള ചൊവ്വയുടെ ദൃഷ്ടി സഹായകമാണ്. ചൊവ്വ 9-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 9-ാം ഭാവാധിപനും കൂടിയാണ് ചൊവ്വ. ആ 9-ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയും ഉള്ള സമയമാണ്. അപ്പോൾ ദൂരയാത്രകൾക്ക് യോഗം കാണുന്നു. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും. മതഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നതിനും അത് അപഗ്രഥിക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. ചിലപ്പോൾ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ആത്മീയ വിഷയങ്ങളിലൊക്കെ പങ്കാളി ആകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ അതൊക്കെ ചില ഗുണാനുഭവം അവർക്ക് ഉണ്ടാകും. അതുപോലെ ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 10-ലും ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 10-ാം ഭാവാധിപൻ ഗുരു ഇപ്പോൾ 5-ൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി യാത്രകൾ ചിലപ്പോൾ ഈ സമയത്ത് ഇവർക്ക് ഉണ്ടായെന്ന് വരാം. തൊഴിലിലൊക്കെ ചിലപ്പോൾ സഹോദരങ്ങളുടെയൊക്കെ സഹായം ഈ സമയത്തുണ്ടാകാം. പ്രൊഫഷണൽ തലത്തിൽ ഉയർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ അന്വേഷകർക്കും അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിലന്വേഷണം ഊർജ്ജസ്വലമാകുന്ന സമയം എന്ന് തന്നെ പറയാം. അതുപോലെ തൊഴിൽ ചെയ്യുന്നവർക്കും പ്രശസ്തി, അംഗീകാരം, ആദരവ് ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയവും കൂടെ ആണ്. അപ്പം ഈ ചൊവ്വ 3-ലൊക്കെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് സൂര്യൻ്റെയും അതായത് കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിലൂടെ ജൂലൈ 4 വരെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 6-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ നമ്മൾ തൊഴിലിടത്ത് കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് കഴിവതും ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകാതെ നോക്കണം. ചിലപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ വിമർശിക്കും. അത് മുഖാന്തരം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. എങ്കിലും ഏത് ശത്രുത ഉണ്ടായാൽ തന്നെ അത് അതിജീവിക്കാനുള്ള ഒരു കരുത്ത് സൂര്യൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുക വഴി ഈ കുറുകാർക്ക് ഉണ്ടാകും. ഇപ്പോൾ ജൂലൈ 4 മുതൽ 23 വരെയുള്ള സമയം ചൊവ്വ രോഹിണി നക്ഷത്രത്തിലൂടെ പോവുകയാണ്. അത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. പ്രത്യേകിച്ച് ഈ കൂറുകാരുടെ 5-ാം ഭാവാധിപനാണ് ചന്ദ്രൻ. അത് നമ്മൾക്ക് നമ്മുടെ അഗ്രൻസി എനർജി കുറയ്ക്കാൻ നല്ലതാണ്. മാത്രമല്ല ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള ഗുരു 5-ൽ നിൽക്കുന്ന സമയമാണ്. 5-ൽ നിന്നിട്ട് ആ ഗുരു ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്.
അപ്പോൾ അത് പൊതുവേ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ശക്തമാകുന്ന സമയമാണ്. ഉപാസനാദി കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൂടാൻ സാധ്യതയുണ്ട്. ക്രിയേറ്റീവ് തലത്തിലൊക്കെ നമുക്ക് വിജയം പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നല്ല സമയമാണ്. പൊതുവേ നമ്മുടെ ഈ അഗ്രസീവ് എനർജി കുറയ്ക്കുന്നതിന് ആ ചൊവ്വ ആ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നത് വഴിതെളിക്കും. അത് കഴിഞ്ഞാൽ ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 2 വരെയുള്ള സമയം ആ ചൊവ്വ മകൈരം നക്ഷത്രത്തിൽ. മകൈരം എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ തന്നെ നക്ഷത്രമാണ്. അത് പ്രത്യേകിച്ച് 3 ആണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ധൈര്യം, വീര്യം, ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങാനുള്ള ധൈര്യം നമുക്ക് തരും. അപ്പോൾ നമുക്ക് വർക്കിലൊക്കെ വളരെ ആക്റ്റീവ് ആകും. അപ്പോൾ എന്തിനേയും തരണം ചെയ്യുവാനുള്ള, ഓവർകം ചെയ്യാനുള്ള ഒരു കരുത്ത് നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും. അപ്പോൾ പൊതുവെ നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെ ഊർജിതമാക്കി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു കഴിവ് ആ ചൊവ്വയുടെ നക്ഷത്രത്തിൽ തന്നെ ചൊവ്വ സഞ്ചരിക്കുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.